ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയും പാസ്റ്റർ PM ശമൂവേലും എന്ന എപ്പിസോഡിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വലിയ ഉണർവ് യോഗങ്ങളെ തുടർന്ന് ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച പാസ്റ്റർ PM ശമൂവേൽ തുടർന്ന് കേരളത്തിലെ തൻ്റെ ഭവനത്തിലെത്തുകയും അവിടെ വച്ച് ഒരു ദൈവാലോചന തെലുങ്ക് ദേശത്തിലേക്ക് പോകണമെന്ന ദൈവാലോചനയെ തുടർന്ന് അതിനായി കാത്തിരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ മദ്രാസിലെ യോഗത്തിൽ പങ്കെടുത്ത ബ്രദർ ഗുരുപാദം എന്ന അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്തിൽ നിന്ന് പാസ്റ്റർ PM ശമൂവേലിന് ഒരു കത്തയക്കുകയും മസൂലി പട്ടണത്തിലേക്ക് താങ്കൾ കടന്നു വരണമെന്നും ഇവിടെ വിവിധ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നുവെന്നും ആ യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കണമെന്നും ഉള്ള ക്ഷണനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആന്ധ്രാപ്രദേശിലേക്ക് പോകാൻ കാത്തിരുന്ന പാസ്റ്റർ PM ശമൂവേലിന് ഈ ക്ഷണനം ഒരു വലിയ അനുഭവമായിരുന്നു. തൻ്റെ മുന്നോട്ടുള്ള വഴി വളരെ വ്യക്തമായി കാണിച്ചതായിരുന്നു ആ ക്ഷണനം. ഇനിയുള്ള നാളുകൾ ആന്ധ്രാപ്രദേശിലേക്ക് എന്ന ചിന്തയോടെ അദ്ദേഹം ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ മദ്രാസിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുകയാണ്. അവിടുന്ന് മസൂലി പട്ടണത്തേക്കുള്ള യാത്രയ്ക്ക് വണ്ടിക്കൂലി ഇല്ലാതെ കഴിക്കാൻ ആഹാരമില്ലാതെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തൻ്റെ മദ്രാസ് കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു സഹോദരൻ അവിടെ വച്ച് തന്നെ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ ആഹാരത്തിനായി വിളിക്കുകയും അവർ ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മസൂലി പട്ടണത്തേക്കുള്ള ട്രെയിൻ കാത്തിരിക്കവേ അങ്ങോട്ട് പോകാനുള്ള യാത്രാക്കൂലി ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അതിനുള്ള ടിക്കറ്റും എടുത്തു കൊടുത്തതിന് ശേഷമാണ് ആ സ്നേഹിതൻ കടന്നുപോയത്. അടുത്ത ദിവസം രാവിലെ പാസ്റ്റർ PM ശമൂവേൽ മസൂലി പട്ടണത്തിലെത്തുകയും ബ്രദർ ഗുരുപാദം അദ്ദേഹത്തെ സ്വീകരിച്ച് അവിടെ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരി മനോഹരം അത്യാസന്ന നിലയിലായെന്നറിഞ്ഞതിനെ തുടർന്ന് അവരുടെ ഭവനത്തിലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അത്ഭുത രോഗസൗഖ്യം ലഭിച്ചു. ആ ദേശത്ത് അതൊരു വലിയ അത്ഭുത വാർത്തയായിരുന്നു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം പെന്തക്കോസ്ത് സത്യങ്ങളിലേക്ക് നടത്തപ്പെടുവാൻ ആ സംഭവമിടയായി. മസൂലി പട്ടണത്തെ മീറ്റിങ്ങുകളെ തുടർന്ന് ഇതറിഞ്ഞ് ഏലൂരിൽ നിന്നുള്ള ബ്രദർ ലെക്സണും അദ്ദേഹത്തിൻ്റെ സഹോദരനും പാസ്റ്റർ PM ശമൂവേലിനെ തേടി മസൂലി പട്ടണത്തിലെത്തുകയും ഇവരെ ഏലൂരിലേക്ക് ക്ഷണിക്കുകയും അവിടെ തൻ്റെ പ്രവർത്തനത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഏലൂർ എന്ന സ്ഥലത്തേക്ക് പാസ്റ്റർ PM ശമൂവേൽ നീങ്ങി. അവിടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങുകളെ തുടർന്ന് ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് നടത്തപ്പെട്ടു. അവിടുത്തെ ബാപ്റ്റിസ്റ്റ് സഭകൾ പാസ്റ്റർ PM ശമൂവേലിനെ നിരന്തരം വിളിച്ച് മീറ്റിങ്ങുകൾ നടത്തുകയും നൂറുകണക്കിന് പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഏലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മീറ്റിങ്ങുകൾക്ക് ശേഷം കാക്കിനഡയിലേക്കും അവിടുന്ന് സെക്കന്ദരാബാദിലേക്കുമൊക്കെ പാസ്റ്റർ PM ശമൂവേൽ ക്ഷണമുണ്ടായി. അവിടെയെല്ലാം കടന്നു പോവുകയും വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും നൂറുകണക്കിന് പേരെ വിശ്വാസ സത്യത്തിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ലുക്സൻ ബ്രദറിൻ്റെ ക്ഷണത്തെ തുടർന്ന് ഏലൂരിൽ കടന്നു വന്ന പാസ്റ്റർ PM ശമൂവേൽ വിദ്യാസമ്പന്നരായ നല്ല ആത്മീയരുമായ ഒരു പറ്റം ക്രൈസ്തവരുടെ ഇടയിലേക്കാണ് വന്നുപെട്ടത്. എന്തുകൊണ്ടും പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമായിരുന്നു ഏലൂർ. ഉന്നത സ്ഥാനീയരായ നിരവധി പേർ അക്കാലത്ത് തന്നെ പാസ്റ്റർ PM ശമൂവേലുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കവേ ധാരാളം ആളുകൾ വചനസത്യം മനസ്സിലാക്കി തുടങ്ങിയതോടുകൂടി പാസ്റ്റർ PM ശമൂവേൽ സഭാസ്ഥാപനം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. ഇതറിഞ്ഞ ബാപ്റ്റിസ്റ്റ് സഭകൾ, മറ്റ് സഭകളിൽ നിന്നവർ പാസ്റ്ററോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് കടന്നു കയറി ചെല്ലുവാൻ കഴിയാത്ത വിധം അവിടെ എതിർപ്പുകൾ ഉയർന്നു. ഈ എതിർപ്പുകളെ മറികടക്കുവാൻ അദ്ദേഹം സഭ
വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുക. അതിനുള്ള സാഹചര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് 1935 ജനറൽ കൗൺസിൽ തീരുമാനപ്രകാരം ഏലൂരിൽ വെച്ച് ഈ സഭ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടുകൂടി സഭ നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംഘടനയായി മാറി. ഗോദാവരി, സെക്കന്ദരാബാദ്, രാജമുന്ദ്രി, അമലാപുരം, ദേവനക്കൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അപ്പോഴേക്കും സഭകൾ ആരംഭിച്ചിരുന്നു. ഇംഗ്ലീഷ് അറിയാമായിരുന്നുവെങ്കിലും അന്നുവരെയും ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്നില്ല. പരിഭാഷകരുടെ കുറവ് മൂലം ചില യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതിരുന്ന പാസ്റ്റർ PM ശൗമേൽ തൻ്റെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ അത് പരിഭാഷപ്പെടുത്തുവാനായി അന്നാട്ടിലെ തന്നെ നല്ല പ്രഗത്ഭരായ പരിഭാഷകരെ ദൈവം നൽകി. അത്തരത്തിലൊരു പരിഭാഷകനായിരുന്നു പാസ്റ്റർ ബ്രഹ്മാനന്ദൻ. പാസ്റ്റർ PM ശൗമേലിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് തന്നെ ആത്മസ്നാനം പ്രാപിച്ചത് കൂടി വന്ന സദസ്സിന് മുന്നിൽ ഒരത്ഭുതമായിരുന്നു. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ പ്രധാന ശുശ്രൂഷകനായിരുന്നു. സഭാസ്ഥാപനത്തിന് കൂടുതൽ ഊന്നൽ നൽകുക എന്ന ഉദ്ദേശത്തോടെ 1936 പാസ്റ്റർ PT ചാക്കോയെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ കൗൺസിൽ തീരുമാനപ്രകാരം ആന്ധ്രയിലേക്ക് അയച്ചു. ഗോദാവരി ഡിസ്ട്രിക്റ്റിൽ ഏലൂർ നഗരത്തിൽ അദ്ദേഹം വന്നു ചേരുകയും പാസ്റ്റർ PM ശൗമേലോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങുകയുമായിരുന്നു. അങ്ങനെ പാസ്റ്റർ PT ചാക്കോയുടെ വരവിന് ശേഷം പാസ്റ്റർ PM ഫിലിപ്പ്, പാസ്റ്റർ TK തോമസ്, പാസ്റ്റർ PM തോമസ് എന്നിവരും സിസ്റ്റർ അന്നമ്മ മാമൻ, സിസ്റ്റർ മേരി എന്നീ സഹോദരിമാരും ഏലൂരിലെ സുവിശേഷ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു പോരുന്നു. ഏലൂരിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടവേ പാസ്റ്റർ PM ശമൂവേൽ വിജയവാഡയിൽ ഒരു പ്രവർത്തനം ആവശ്യമാണെന്ന ധാരണയോടുകൂടി വിജയവാഡയിലേക്ക് അദ്ദേഹം താമസം മാറ്റുകയും വിജയവാഡയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ ആരംഭിക്കുകയും ചെയ്തു. പാസ്റ്റർ TK തോമസ് വാറങ്കലിലേക്കും പാസ്റ്റർ PT ചാക്കോ സെക്കന്ദരാബാദിലേക്കും താമസം മാറുകയും അങ്ങനെ തെലുങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ വ്യാപിക്കുന്നതിനും ഈ മാറ്റം കാരണമായി. വിജയവാഡയിലെ തൻ്റെ പ്രവർത്തന കാലയളവിൽ അടുപ്പിച്ച് 3 ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ താനും കുടുംബവും പട്ടിണിയായിരുന്ന അനവധി മുഹൂർത്തങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. വിജയവാഡയിൽ ഇസ്ലാംപേട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഇതൊന്നും അവരെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിച്ചില്ല. പട്ടിണിയുടെ അനുഭവങ്ങളുടെ മധ്യത്തിലും ഒരു പാത്രം നിറയെ ബിരിയാണിയുമായി ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഭവനത്തിൽ മുമ്പിൽ മുട്ടിവിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്ന കാഴ്ച അദ്ദേഹത്തെ അതിശയിപ്പിച്ചു. എലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം തൻ്റെ ജീവിതത്തിലും അത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം നന്ദിയോടെ പല സന്ദർഭങ്ങളിലും ഓർക്കാറുണ്ടായിരുന്നു. ചില നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ടൈഫോയിഡ് രോഗത്താൽ ഭാരപ്പെടുകയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. മരണവേളയിൽ പാസ്റ്റർ ശൗമേലും കുടുംബവും പ്രദർശിപ്പിച്ച അസാമാന്യ ധൈര്യവും സമാധാനവും കാഴ്ചക്കാരിൽ വലിയ അത്ഭുതമുളവാക്കി. അത് യഥാർത്ഥത്തിൽ പാസ്റ്റർ ശൗമേലിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രദർശനമായിരുന്നു. 3-4 ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ തൻ്റെ മൂത്ത മകൾ സ്കൂളിൽ വെച്ച് മയങ്ങി വീഴുകയും ആ വിഷയം സ്കൂൾ അധികൃതർ അദ്ദേഹത്തെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത് 3 ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ മൂത്ത മകൾ സ്കൂളിൽ കടന്നു പോവുകയും അവിടെ വെച്ച് സ്കൂളിൽ വെച്ച് മയങ്ങി വീഴുകയും ചെയ്തു. ഇതറിഞ്ഞ സ്കൂളിലെ ടീച്ചർ വിശ്വാസഭവൻ ഫെയ്ത്ത് ഹോമിലെത്തുകയും അവരുമായി സംസാരിച്ചപ്പോൾ ആഹാരമില്ല എന്ന് മനസ്സിലാക്കി. കൂട്ടുസഹോദരന്മാരെ എന്തുകൊണ്ട് വിവരം അറിയിച്ചില്ല എന്ന് ആ അധ്യാപിക ചോദിച്ചതിന്, ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് സേവ ചെയ്യുന്നത്?
ആ കർത്താവിന് അത് അപമാനമാണ്. ദൈവം തൻ്റെ സമയത്ത് ഈ വിഷമങ്ങൾ മാറ്റും. കർത്താവ് ബലപ്പെടുത്തുന്നതിനാൽ അവൻ്റെ ശുശ്രൂഷ തുടരും. ഇത് മാത്രമാണ് പാസ്റ്റർ ശൗമേൽ പറഞ്ഞത്. യഥാർത്ഥ ക്രിസ്തീയ ഭക്തന് വേണ്ടതും ഈ വാക്കുകളാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.